അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു കൊല്ലം ഞാൻ കൂട്ടി വെച്ച പൈസയാണ്. ഇത് ഞാൻ എന്തിനാണ് കൂട്ടി വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു വലിയ സൈക്കിൾ വേണം. ആ സൈക്കിളിന് വേണ്ടി ഞാൻ കൂട്ടി വെച്ചൊരു പൈസയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തായാലും അത്ര വലിയ പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് അറിയുന്നതുകൊണ്ട് കുറച്ച് പൈസ എൻ്റെ അച്ഛനും തരും. അങ്ങനെയാണ് ഞാൻ സൈക്കിൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ എത്ര ഉണ്ടാവുന്നു? എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഇത് എത്ര ഉണ്ടാവുമെന്ന്. എനിക്കിത് വിഷു കൈനീട്ടം കിട്ടിയ പൈസ, പിന്നെ ആഴ്ചക്ക് എൻ്റെ അച്ഛനും തരാറുണ്ട്, പിന്നെ എൻ്റെ അച്ചാച്ചനും തരാറുണ്ട്. എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു ആ പൈസയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് നിറച്ച് വെക്കും. അങ്ങനെയാണ് എനിക്ക് ഇത്രയും പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞത്. ഹലോ ഗൈസ്, അപ്പം നമുക്കിത് പൊട്ടിച്ചാലോ? പൊട്ടിക്കാം അല്ലേ? തട്ടിക്കോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയ പൈസ. നമുക്കിത് എണ്ണി നോക്കിയാലോ? ഓക്കെ, വേണ്ടറിയാം. ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം, ഇനി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഇനി 100 നിന്ന് തുടങ്ങാം. 100 ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം. എനിക്ക് ഇത്രയും കുറച്ച് 50 രൂപയൊക്കെ എനിക്ക് ആഴ്ചക്ക് തന്നതാണ്. ബാക്കി എല്ലാ പൈസയും എനിക്ക് കൈനീട്ടം കിട്ടിയതാണ് കേട്ടോ. ഇനിയുള്ള കൈനീട്ടം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം. എത്രയുണ്ട്? 1500. ഹലോ ഗൈസ്, എനിക്ക് എല്ലാം കൂടി കിട്ടിയത് 3672 രൂപയാണ്. കാരണം ഞാൻ അത്രയും സേവ് ചെയ്തിട്ട് എല്ലാം എനിക്ക് എൻ്റെ അച്ഛനും തന്നു. പിന്നെ എനിക്ക് കൈനീട്ടം, വിഷുവിനൊക്കെ കൈനീട്ടം കിട്ടും. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ 2 രൂപ 1 രൂപ അങ്ങനെ കിട്ടുന്നു. സേവ് ചെയ്തൊക്കെ വെച്ചിട്ട് അങ്ങനെ എനിക്കിപ്പോൾ 3672 രൂപ കിട്ടി. ഇനി ബാക്കി പൈസ എൻ്റെ അച്ഛനും തരും. അതിനുശേഷം ഒരു സൈക്കിൾ വാങ്ങും. അതാണ് എൻ്റെ ഡ്രീം. അപ്പോൾ ഇനി സൈക്കിളിന് എത്ര പൈസ എന്നറിയില്ല. അപ്പോൾ സൈക്കിളിൻ്റെ വിലയൊന്നും കൂടി നോക്കാൻ പോകണം. അപ്പോൾ എന്നാൽ ബൈ.